ഇന്ന് നമുക്ക് കിട്ടിക്കുന്നത് iPhone 14 Pro Max എന്ന് പറഞ്ഞൊരു മോഡലാണ്. കംപ്ലയിൻറ്റ് എന്ന് പറയുന്ന സമയത്ത് സാധനം ഫുള്ളി ഡെഡായിട്ട് വന്നതാണ്. എങ്ങനെയാണ് ഡെഡായെന്ന് കസ്റ്റമർ ചോദിച്ചപ്പോൾ യൂസിങ് ടൈമിൽ പെട്ടെന്നൊന്ന് ഓഫായി പോയത്, പിന്നെ ഓൺ ആയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് ചെക്ക് ചെയ്ത് വെക്കാൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞതാണ്. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് DC കണ്ട് ചെയ്തേക്കുമ്പോൾ ദേ കിടക്കുന്നത് ഫുള്ളി ഷോർട്ടാണ് ബോർഡ്. ഫുൾ ഷോട്ട് നോർമലി ഈ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ എന്തായാലും ഇനി ചെക്ക് ചെയ്ത് നോക്കുന്നതിൻ്റെ ബോർഡ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ പ്രീറ്ററിൽ വെച്ചിട്ട് ബോർഡ് നമ്മൾ ആദ്യം തന്നെ സെപ്പറേറ്റ് ചെയ്ത് എന്നതിന് ശേഷം ബോർഡ് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് DC ചെക്ക് ചെയ്തപ്പം ഫുള്ളി ഷോട്ട് വീണ്ടും ഉണ്ട്. അപ്പോൾ അപ്പർ ബോർഡിലാണെന്നുള്ള ഷോട്ട് മനസ്സിലായി. എന്നതിന് ശേഷം ചെക്ക് ചെയ്തിട്ട് ഏത് സെക്ഷനാണെന്നുള്ളത് മനസ്സിലായി. സ്കീമാറ്റിക്സ് നോക്കി ഏത് ഭാഗത്താണ് ഏത് സെക്ഷനിലൊക്കെ പോകുന്നതെന്ന് നോക്കി. എന്നതിന് ശേഷം നമ്മൾ റോസിംഗ് ഫ്ലക്സും കാര്യങ്ങളൊക്കെ ഫുൾ അപ്ലൈ ചെയ്ത് എന്നിട്ട് ഏത് ഭാഗത്താണ് വോൾട്ടേജ് കൊടുക്കേണ്ടതെന്ന് നോക്കിയിട്ട് ആ ഭാഗത്തേക്ക് നമ്മൾ എത്ര വോൾട്ടേജാണെന്ന് നോക്കിയിട്ട് നമ്മളവിടെ വോൾട്ടേജ് ഇഞ്ചെക്ട് ചെയ്തു. അപ്പോൾ ഏത് സെക്ഷനാണെന്നുള്ളത് നമുക്ക് എന്തായി അവിടെ മനസ്സിലായി. അപ്പോൾ ഏത് കപ്പാസിറ്റർ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായതിനു ശേഷം നമ്മൾ നേരെ ആ റോസിംഗ് ഫ്ലക്സ് ഫുള്ള് നമ്മൾ എന്ത് ചെയ്ത് തുണി വെച്ച് ഫുള്ള് ക്ലീൻ ചെയ്ത് എന്നതിന് ശേഷം പിന്നെയും ചെക്ക് ചെയ്ത് അവിടെ ഷോട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് കൺഫേം ആക്കി. ഷോട്ട് ഉണ്ട് എന്ന് കൺഫേം ആയതിനു ശേഷം നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്ത് നമ്മൾ മെല്ലെ ട്യൂസറോ എല്ലാ ബ്ലേഡോ എടുത്തിട്ട് മെല്ലെ കപ്പാസിറ്റർ അങ്ങ് തട്ടിക്കൊടുത്ത്. തട്ടിക്കഴിഞ്ഞാൽ ചില കപ്പാസിറ്റർ മെല്ലെ ഇങ്ങ് പോരും, ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഹീറ്റ് അടിച്ച് കഴിഞ്ഞാൽ സാധനം ഇങ്ങ് പോരും. അപ്പോൾ അമർത്തി തട്ടുകയും ചെയ്തിട്ട് അപ്പുറത്തിപ്പുറത്തൊക്കെ പൊട്ടി പൈസയും കാര്യങ്ങളൊക്കെ ഓക്കെ. എന്നതിന് ശേഷം നമ്മൾ ബോർഡും ചെക്ക് ചെയ്യുക. ബോർഡ് ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ. അത് ആദ്യം തന്നെ അയച്ച പറഞ്ഞ കപ്പാസിറ്റർ ഷോട്ട് ഉണ്ടോ ഇല്ലയോ ചെക്ക് ചെയ്യുക. കപ്പാസിറ്റർ ഷോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ബോർഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോട്ട് അവിടെ ഒഴിവായിട്ടുണ്ടാകും. എന്നതിന് ശേഷം നമ്മളത് അയച്ച കപ്പാസിറ്റർ വേണ്ടതാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ റീഫിക്സ് ചെയ്യണം. ഞാൻ എന്തായാലും റീഫിക്സ് ചെയ്ത് എന്നതിന് ശേഷം ബോർഡ് വീണ്ടും DC കണക്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് യാതൊരു പ്രശ്നമില്ല, ഷോട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാം ഓക്കെ ആയി. പിന്നെ ഒരു ഫോർമാലിറ്റിക്ക് ബോർഡ് ഫിക്സ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്ത് ബോർഡ് DC കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് റീഡിങ് കാര്യങ്ങളൊക്കെ പക്കയാണ്. അതായത് സിംഗിൾ ബോർഡിൽ സാധനം ഓണാൻ തന്നെ എന്നുള്ള കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്ത് ഫിക്സ് ചെയ്യാൻ വേണ്ടി നോക്കും. സാധനം ഓൾറെഡി സർവീസ് ചെയ്തുകൊണ്ട് തന്നെ പക്കയായിട്ട് റീബോൾ കാര്യങ്ങൾ ഇതിന് മുമ്പേ ആൾ ചെയ്തിട്ടുമുണ്ട്, ബോർഡ് ബെൻഡ് ആയിട്ടുമില്ല. അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് റീബോൾ ചെയ്യേണ്ട ആവശ്യം വന്നില്ല. നേരെ ജസ്റ്റ് ആ ബോർഡ് അയച്ച അതേപോലെ തന്നെ തിരിച്ച് റീഫിക്സ് ചെയ്തിട്ട് ഫ്ലക്സും കാര്യങ്ങളൊക്കെ ഇട്ട് മറ്റേ റീബോൾ ചെയ്യാണ്ട് തന്നെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ ഇതിന് മുമ്പ് സർവീസ് ചെയ്തെടുത്തുന്ന ബെൻഡോ കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല, പക്ക നീറ്റായിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. അതിന് ശേഷം നമ്മൾ ബോർഡ് വെച്ചു, ഫ്ലക്സ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് എന്നതിന് ശേഷം ബോർഡ് അതിൽ ഫിക്സ് ആയി എന്നുള്ള ജസ്റ്റ് ഇങ്ങനെ ഐസ് ഇങ്ങനെ ഇളക്കുന്നതിനോട്ട് ഇങ്ങനെ ഇളക്കും നമ്മൾ ചൂടായി കഴിഞ്ഞാൽ. എന്നിട്ട് അത് ഇളകി കഴിഞ്ഞാൽ മെല്ലെ നമ്മൾ ഈ തണുപ്പിക്കുക, ബോർഡ് തണുപ്പിച്ചിട്ട് അപ്പം തന്നെ ബോർഡ് അതിൻ്റെ മുകളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ഇളകി പോയി കഴിഞ്ഞാൽ അതായത് ഇങ്ങനെ ജസ്റ്റ് അമർത്തിയൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പം സെപ്പറേറ്റൊക്കെ ആയി പോകും. എന്നതിന് ശേഷം എടുത്തിട്ട് ഫുള്ള് പക്കയായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സൈഡ് മൊത്തം അങ്ങോട്ട് ക്ലീൻ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അടുത്തൊരാൾ എന്തിനേലൊക്കെ സർവീസ് ചെയ്യുമ്പം ഏത് നാറിയാണാവോ ഇതിന് മുമ്പ് സർവീസ് ചെയ്യുന്നുള്ള പ്രാഗം. അതുകൊണ്ട് പക്കയായിട്ട് ഈ സെറ്റും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് നീറ്റായിട്ട് കൊണ്ടുവെടുക്കുക. അതാണ് ഏറ്റവും ബെറ്ററായിട്ട് വേണ്ട ഒരു സംഭവം. അതിന് ശേഷം ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വെച്ച് എന്നിട്ട് ഓൺ ആക്കിക്കുന്ന സെറ്റ് ഇതാ സാധനം ഫുള്ള് ഓൺ ആയിട്ടുണ്ട്, ഫുള്ള് ഓക്കെ ആയിട്ടുണ്ട്. ഇതിൻ്റെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ സോൾവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ iPhone ആയിക്കോട്ടെ, ആൻഡ്രോയിഡ് ആയിക്കോട്ടെ, പ്രീമിയം മോഡൽ ആയിക്കോട്ടെ, ഏത് മോഡലായിട്ട് ആരെങ്കിലും എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആയിട്ട് കുടുങ്ങി നിൽക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്തോളി. നമ്പർ നമ്മളെ ബയോയിലുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ വീട് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. വീട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.